നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. ഖാദി ബോർഡ് LDC രണ്ടാം ഘട്ട പരീക്ഷയുടെ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനാണ് റിലേറ്റഡ് ഫാക്ട്സ്. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. നടന്നത് എന്ന് ഉദ്ദേശിക്കുന്നത് ആരംഭിച്ചത് എന്ന് തന്നെയാണ്. 1924 ആരംഭിക്കുകയും 603 ദിവസം നീണ്ടു നിൽക്കുകയും 1925 അവസാനിക്കുകയും ചെയ്ത ഇന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയിൽ അൺടച്ചബിലിറ്റിക്കെതിരെ, ഐക്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി നടന്ന സത്യാഗ്രഹം. സഞ്ചാര സ്വാതന്ത്ര്യം, വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെയുള്ള അവർണ സവർണ വ്യത്യാസമില്ലാതെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി നടന്ന സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച ഡേറ്റ് എന്ന 1924 മാർച്ച് 30. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ TK മാധവൻ. TK മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. 1923 കാക്കിനാഡ കോൺഗ്രസ് സമ്മേളനത്തിൽ ഐക്യത്തിനെതിരെയുള്ള പ്രമേയം അവതരിപ്പിച്ചതും TK മാധവൻ തന്നെയാണ്. TK മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ്. നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ TK മാധവനാണ്. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് ഗാന്ധിജി വൈക്കത്തെത്തിയത് 1925. ഗാന്ധിജിയുടെ രണ്ടാമത്തെ കേരള സന്ദർശനം. ഗാന്ധിജി ആകെ 5 തവണയാണ് കേരളം സന്ദർശിച്ചിട്ടുള്ളത്. അതിൽ രണ്ടാമത്തെ കേരള സന്ദർശനം വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചായിരുന്നു. 1925 ഗാന്ധിജി വൈക്കത്തെത്തി. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാളും വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ റാണി സേതു ലക്ഷ്മിഭായിയുമായിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ. അപ്പൊ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ LDC 2024 മൂന്നാമത്തെ ബാച്ച് നവംബർ മാസം 27 തുടങ്ങാൻ പോവുകയാണ്. അഡ്മിഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പൊ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ തന്നെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. നവംബർ 27 നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. വെൽ സ്റ്റഡി പ്ലാനോട് കൂടിയാണ്, ടൈം ടേബിൾ അനുസരിച്ചാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. എല്ലാ ക്ലാസ്സുകളും എല്ലാ സബ്ജക്റ്റും ഞാൻ തന്നെ എടുക്കുന്നത്. ഫുൾ സിലബസ് കവറേജ് ആണ്. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, കമ്പ്യൂട്ടർ, GK, ജോഗ്രഫി എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പൊ നവംബർ 30 നോട്ടിഫിക്കേഷൻ വരാനിരിക്കുവാണ്. കോമ്പറ്റീഷൻ വളരെ ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആണ്. അത് നിങ്ങൾ മുന്നിൽ കാണുക. ഇനി ഒരു ദിവസം പോലും, ഒരു നിമിഷം പോലും നിങ്ങൾ പാഴാക്കരുത്. ജോലി കയ്യിലിരിക്കണമെങ്കിൽ അത്രത്തോളം കഷ്ടപ്പെട്ടേ പറ്റത്തുള്ളൂ. കാരണം ഒറ്റ പരീക്ഷ ആയതുകൊണ്ട് ഒരുപാട് പേര് ഇപ്പൊ പ്രിലിംസും മെയിൻസ് ഒക്കെ ആക്കിയപ്പോൾ മാറി നിന്ന ആൾക്കാരൊക്കെയും ഈ LDC മുന്നിൽ കണ്ട് പഠനം ആരംഭിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരണമെങ്കിൽ ഇപ്പോഴേ പഠിക്കണം. ഇപ്പോഴേ പഠിച്ച് പ്രോപ്പർ ആയിട്ട് റിവിഷൻ അടിച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും SCRT ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇപ്പൊ ജോയിൻ ചെയ്യുക. എല്ലാം ഞാൻ വൃത്തിക്ക് പഠിപ്പിച്ചു തരാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും, എന്റെ ക്ലാസ് മനസ്സിലാകും എന്ന് ഉറപ്പുള്ളവർക്ക് 100% എന്നെ ട്രസ്റ്റ് ചെയ്ത് കയറാവുന്നതാണ്. അഡ്മിഷൻ എടുക്കുക. അപ്പൊ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആപ്പ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കയറി വരൂ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഓക്കെ. അപ്പൊ 1925 മഹാത്മാഗാന്ധി തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ ഭരണാധികാരിയായിരുന്നത് ആരാണ്? സേതു ലക്ഷ്മിഭായി ആണ്. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാളും വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മിഭായിയുമാണ്. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചതെന്ന 1925 നവംബർ മാസം 23. 1925 നവംബർ
നവംബർ മാസം 23-നാണ് 603 ദിവസം നീണ്ടു നിന്ന വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത്. വൈക്കം വീരർ എന്നറിയപ്പെടുന്നത് ആരാണ്? EV രാമസ്വാമി നായ്ക്കർ. EV രാമസ്വാമി നായ്ക്കർ ആണ് വൈക്കം വീരർ എന്നറിയപ്പെടുന്നത്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ നയിച്ചതാര്? PSC റിപ്പീറ്റിംഗ് ചോദ്യം. സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. എവിടം മുതൽ എവിടം വരെ? വൈക്കം മുതൽ തിരുവനന്തപുരം വരെ. വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണ ജാഥ സംഘടിപ്പിച്ച വ്യക്തി മന്നത്ത് പത്മനാഭൻ. ആരുടെ നിർദ്ദേശപ്രകാരം? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ സംഘടിപ്പിച്ചത്. ഇനി വൈക്കം മെമ്മോറിയൽ സമർപ്പിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? റാണി സേതു ലക്ഷ്മിഭായി ആയിരുന്നു. ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവ് ആരായിരുന്നു? ആചാര്യ വിനോബ ഭാവെ. ആചാര്യ വിനോബ ഭാവെ. 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയങ്കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആരാണ്? കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ. കുഞ്ഞാലി മൂന്നാമനാണ് സാമൂതിരിയെ പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സഹായിച്ചത്. ചാലിയം കോട്ട പണിതത് പോർച്ചുഗീസ് ഗവർണറായ കുൻഹയാണ്. കുൻഹ, നുനോ ഡാ കുൻഹയാണ് ചാലിയം കോട്ട പണിതത്. സാമൂതിരിയുടെ കണ്ഠത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് ചാലിയം കോട്ട. ചാലിയം കോട്ട 1571 പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിച്ചത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ്. കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ, പട്ടുമരക്കാർ എന്നറിയപ്പെടുന്നത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ്. പുതുപ്പണം കോട്ട നിർമ്മിച്ചത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ്. ആരായിരുന്നു കുഞ്ഞാലിമാർ? സാമൂതിരിയുടെ നാവിക സൈന്യത്തിന്റെ മേധാവിത്വം ആരുടെ കയ്യിലായിരുന്നു? അല്ലെങ്കിൽ സാമൂതിരിയുടെ നാവിക തലവന്മാരായിരുന്നു കുഞ്ഞാലിമാർ. അത് ചോദിച്ചിട്ടുണ്ട്. കുഞ്ഞാലിമാർ ആരായിരുന്നു? സാമൂതിരിയുടെ നാവിക തലവന്മാരായിരുന്നു കുഞ്ഞാലിമാർ. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതി അല്ലാത്തത് ഏത്? ഇത് SCERT ഫാക്ട് ആണ്. 10th സ്റ്റാൻഡേർഡ് SCERT സോഷ്യൽ, സംസ്കാരവും ദേശീയതയും എന്ന ചാപ്റ്ററിൽ നിന്നാണ് വന്നേക്കുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ നോക്കിക്കേ. എന്റെ ഗുരുനാഥൻ വള്ളത്തോളിന്റെ കൃതിയാണ്. ഇന്ത്യയുടെ കരച്ചിൽ വള്ളത്തോളിന്റെ കൃതിയാണ്. ബാപ്പുജി വള്ളത്തോളിന്റെ കൃതിയാണ്. പാഞ്ചാലി ശബദം സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതിയാണ്. അപ്പൊ അതാണ് ആൻസർ. വള്ളത്തോളിന്റെ കൃതി അല്ലാത്തത് പാഞ്ചാലി ശബദം. അപ്പൊ വള്ളത്തോളിന്റെ കൃതികളായിട്ട് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് എന്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ. ഇത് മൂന്നും തന്നെയാണ് ഓപ്ഷനും വന്നത്. എന്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ. വള്ളത്തോൾ നാരായണ മേനോൻ മലയാളം ലാംഗ്വേജിലാണ് എഴുതിയത്. പിന്നെ ഉണ്ടായിരുന്നത് പാഞ്ചാലി ശബദം അല്ലേ. പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് രചിച്ചത് സുബ്രഹ്മണ്യ ഭാരതിയാണ്, തമിഴ് ഭാഷ. അപ്പൊ പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട്. പാഞ്ചാലി ശബദം, പിന്നെ 3 പാട്ടുകൾ, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട്, സുബ്രഹ്മണ്യ ഭാരതി. ഗോരയും ഗീതാഞ്ജലിയും രവീന്ദ്രനാഥ ടാഗോർ. ആ ഗോർ എന്ന വാക്കിൽ തന്നെ ഗോര അതിൽ തന്നെ ഉണ്ടല്ലോ, സെപ്പറേറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഗോര ടാഗോർ ആണ്. ഗീതാഞ്ജലി ടാഗോർ ആണ്. ഭാഷ ഏതാ? ബംഗാളി ഭാഷ. ഭാഷയും കൂടി ഓർത്തിരിക്കണേ, ബംഗാളി ഭാഷ. സേവാസദൻ, പ്രേമാശ്രമം ഒക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. രംഗഭൂമി, ഗോദാൻ പ്രേംചന്ദിന്റേതാണ്. ഹിന്ദി ഭാഷയിലാണ് രചിച്ചത്. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ പ്രേംചന്ദ്, മുൻഷി പ്രേംചന്ദ് രചിച്ചത് ഹിന്ദി ഭാഷയിലാണ്. ഇനി ഹയാത്ത് ഇ സാദിയും ഹയാത്ത് ഇ ജവീദും അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു ഭാഷയിലാണ് രചിച്ചത്. ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ്, അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു ഭാഷ. നിബന്ധമാല റിപ്പീറ്റിംഗ് ചോദ്യം. നിബന്ധമാല മറാത്തി ഭാഷയിൽ വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ രചിച്ചതാണ്. നിബന്ധമാല രചിച്ചത് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. ഭാഷ ഏതാ? മറാത്തി ഭാഷ. എന്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ, വള്ളത്തോൾ നാരായണ മേനോൻ. ഭാഷ ഏതാണ്? മലയാളം. ഇനി ഈ ചാപ്റ്ററിൽ തന്നെയാണ് പത്രങ്ങളും അതിന് നേതൃത്വം നൽകിയവരും കൊടുത്തിരിക്കുന്നത്. അതുകൂടി ഒന്ന് നോക്കിയിരിക്കണം. അതിൽ നിന്നും എപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. പത്രങ്ങൾ, നേതാക്കൾ. ഹിന്ദു സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യരാണ് നേതൃത്വം നൽകിയത്. ഹിന്ദു, സ്വദേശി മിത്രം എന്നീ പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ജി സുബ്രഹ്മണ്യ അയ്യർ. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും.
ബോംബെ സമാജാദ് നേതൃത്വം നൽകിയത് ഫർദൂർജി മർസ്ബാൻ ആണ്. ഫർദൂർജി മർസ്ബാൻ. കേസരി മറാത്ത റിപ്പീറ്റിംഗ് ചോദ്യമാണ്. ബാലഗംഗാധര തിലകിന്റെ പത്രങ്ങളാണ്. കേസരി എന്നത് മറാത്തി ഭാഷയിലുള്ള പത്രവും മറാത്ത എന്നത് ഇംഗ്ലീഷ് ഭാഷയിലുള്ള പത്രവുമാണ്. അതങ്ങനെ തന്നെ ചോദിക്കും. ബാലഗംഗാധര തിലകിന്റെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള പത്രം ഏത്? മറാത്ത. മറാത്തി ലാംഗ്വേജിലുള്ള പത്രം ഏത്? കേസരി. ബംഗാളി എന്ന പത്രം ആരുടേതാണ്? സുരേന്ദ്രനാഥ ബാനർജിയുടെ പത്രമാണ് ബംഗാളി. വോയിസ് ഓഫ് ഇന്ത്യ റിപ്പീറ്റിംഗ് ചോദ്യം. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജിയുടെ പത്രമാണ്. ഷോം പ്രകാശ്. പ്രകാശം നമ്മൾ ഈശ്വരൻ ആണ് പ്രകാശം എന്നാണ് പറയാറ്. അപ്പൊ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. പ്രകാശം ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് റിപ്പീറ്റിംഗ് ചോദ്യം. മിസിസ് ആനി ബസന്റ്. മിസിസ് ആനി ബസന്റ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1935 ഏപ്രിൽ 1. 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. ഭാരതീയ റിസർവ് ബാങ്കിനെ ദേശസാൽക്കരിച്ച വർഷം ഏതാ? 1949 ജനുവരി 1. 1949 ജനുവരി 1 ഭാരതീയ റിസർവ് ബാങ്കിനെ ദേശസാൽക്കരിച്ചത്. റിസർവ് ബാങ്ക് സ്ഥാപിതമായത് 1935 ഏപ്രിൽ 1. റിസർവ് ബാങ്കിനെ ദേശസാൽക്കരിച്ചത് 1949 ജനുവരി 1. ജനുവരി 1. ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ അച്ചടിച്ച് വിതരണം ചെയ്യാൻ അവകാശമുള്ളത് റിസർവ് ബാങ്കിനാണ്. ബാങ്കുകളുടെ ബാങ്ക്, ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ആണ്. അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നത് റിസർവ് ബാങ്ക് ആണ്. റിസർവ് ബാങ്ക് രൂപീകൃതമാകാൻ കാരണമായ കമ്മീഷനാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് രൂപീകരിച്ചത്. ഹിൽട്ടൺ യങ് കമ്മീഷൻ രൂപീകൃതമായത് 1926. റിസർവ് ബാങ്ക് രൂപീകൃതമായത് 1935. റിസർവ് ബാങ്കിനെ ദേശസാൽക്കരിച്ചത് 1949. റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന മൃഗം ഏതാണ്? കടുവ. അതിന്റെ ബാക്കിലായിട്ട് ഒരു വൃക്ഷം കാണുന്നുണ്ടല്ലോ, അതേത് വൃക്ഷമാണ്? എണ്ണപ്പനയാണ്. എണ്ണപ്പന. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങൾ എന്തെല്ലാം? നോട്ട് അച്ചടിച്ചിറക്കൽ, സർക്കാരിന്റെ ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക്, വായ്പ നിയന്ത്രിക്കൽ. വായ്പ നിയന്ത്രിക്കുന്നതും നോട്ട് അച്ചടിച്ചിറക്കുന്നതും സർക്കാരിന്റെ ബാങ്കും ബാങ്കുകളുടെ ബാങ്ക്, അതായത് എല്ലാ ബാങ്കുകളുടെയും അമരക്കാരൻ എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ആണ്. റിസർവ് ബാങ്ക്. ഓക്കെ. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ രാഷ്ട്രത്തിന്റെ നിർബന്ധിതമായ ചുമതല ഏത്? രാഷ്ട്രത്തിന്റെ നിർബന്ധിതമായ ചുമതല അവകാശ സംരക്ഷണമാണ്. 10th സ്റ്റാൻഡേർഡ് SCERT സോഷ്യൽ ഫസ്റ്റ് രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും എന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. രാഷ്ട്രത്തിന് 2 രീതിയിലുള്ള ചുമതലകളാണുള്ളത്. നിർബന്ധിതമായ ചുമതലയും വിവേചനപരമായ ചുമതലയും. നിർബന്ധിതമായ ചുമതല, അതായത് ക്ഷേമരാഷ്ട്രം എന്ന ആശയം മുൻനിർത്തി ഒരു രാഷ്ട്രത്തിന്റെ ചുമതലകളെ 2ആയി തരംതിരിക്കാം. എങ്ങനെയൊക്കെ? നിർബന്ധിതമായ ചുമതലയെന്നും വിവേചനപരമായ ചുമതലയെന്നും. അതിൽ നിർബന്ധിതമായ ചുമതല എന്നാൽ രാഷ്ട്രം എല്ലാ കാലത്തും നിർബന്ധമായും നിർവഹിക്കേണ്ട ചുമതലകൾ. രാഷ്ട്രം എല്ലാ കാലത്തും നിർബന്ധമായും നിർവഹിക്കേണ്ട ചുമതലകളാണ് നിർബന്ധിതമായ ചുമതലകൾ. അത് ഏതൊക്കെയാണ്? അതിർത്തി സംരക്ഷണം, ആഭ്യന്തര സമാധാനം, അവകാശ സംരക്ഷണം. നമ്മുടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് അതാണ്. അവകാശ സംരക്ഷണം. നീതി നടപ്പാക്കൽ. അപ്പൊ നീതി നടപ്പാക്കൽ, അവകാശ സംരക്ഷണം, ആഭ്യന്തര സമാധാനം, അതിർത്തി സംരക്ഷണം എന്നിവ ഒരു രാഷ്ട്രം എല്ലാ കാലത്തും നിർബന്ധമായും നിർവഹിക്കേണ്ട ചുമതലകളാണ്. അവയാണ് നിർബന്ധിതമായ ചുമതലകൾ. ഇനി വിവേചനപരമായ ചുമതല എന്ന് പറയുമ്പം രാഷ്ട്രത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് നിർവഹിക്കേണ്ട ചുമതലകളാണ് വിവേചനപരമായ ചുമതലകൾ. അതിൽ ഉൾപ്പെടുന്നവയാണ് ബാക്കി ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കൽ, ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കൽ, ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കൽ. ഇവയൊക്കെ വിവേചനപരമായ ചുമതലകളാണ്. അതായത് രാഷ്ട്രത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് നിർവഹിക്കേണ്ട ചുമതലകൾ ഏതൊക്കെയാ? ആരോഗ്യ സംരക്ഷണം നൽകുക, വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കുക, ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക, ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കുക. എന്താണ് ക്ഷേമരാഷ്ട്രം? പുരോഗമനപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്ന രാഷ്ട്രമാണ് ക്ഷേമരാഷ്ട്രം. വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയും. ക്ഷേമരാഷ്ട്രം എന്ന ആശയം മുൻനിർത്തി ഒരു രാജ്യത്തിന്റെ ചുമതലകളെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് നിർബന്ധിതമായ ചുമതലയും വിവേചനപരമായ ചുമതലയും. അടുത്ത ചോദ്യം. സതി എന്ന ശ്രദ്ധേയമായ ചിത്രം താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സതി, നന്ദലാൽ ബോസ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സംസ്കാരവും ദേശീയതയും. ആ ചാപ്റ്ററിൽ നിന്ന് തന്നെ വന്ന ചോദ്യമാണ്. നോക്കിക്കേ, ഇവിടെ കൊടുത്തിട്ടുണ്ട്.
സതിയായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രം. ആരുടെ? ഇന്ത്യയിലെ ശ്രദ്ധേയമായ സാഹിത്യകൃതികളിൽ നിന്നും ചരിത്ര സംഭവങ്ങളിൽ നിന്നുമുള്ള സന്ദർഭങ്ങളെയാണ് നന്ദലാൽ ബോസ് തന്റെ ചിത്രങ്ങൾക്ക് വിഷയങ്ങളാക്കിയത്. സതിയായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രം. ഇനി 1938 ഹരിപുരയിൽ നടന്ന INC സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചൊരു ചിത്രം ഉണ്ടായിരുന്നു. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം, വില്ലേജ് ഡ്രമ്മർ എന്ന ചിത്രം. ഈ ചിത്രം വരച്ചതും ആര് തന്നെയാണ്? നന്ദലാൽ ബോസ്. കോൺഗ്രസിന്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തെരഞ്ഞെടുത്തത് ഏതാണ്? ഈ ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രമാണ്, വില്ലേജ് ഡ്രമ്മർ. അപ്പൊ സതി എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ് ആണ്. 1938 ഹരിപുരയിൽ നടന്ന INC സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ് ആണ്. കോൺഗ്രസിന്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തിരഞ്ഞെടുത്തത് ഗ്രാമീണ ചെണ്ടക്കാരനാണ്. ഞാൻ ഈ ചാപ്റ്ററൊക്കെ ക്ലാസ് ഫുള്ള് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി കാണുക. സംസ്കാരവും ദേശീയതയും, അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അമൃത ഷേർഗിലാണ് ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത്. ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് ആരാണ്? അമൃത ഷേർഗിൽ. ഇതെവിടെ കാണിച്ചിട്ടുണ്ട്? സതി, നന്ദലാൽ ബോസിന്റെ ചിത്രം ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അമൃത ഷേർഗിൽ. ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരാണ്? ഭാരതമാത എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോർ ആണ്. ഭാരതമാത എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോർ. സ്വദേശി സമരകാലത്തിലാണ് ബംഗാളി ചിത്രകാരനായ അബനീന്ദ്രനാഥ ടാഗോർ ഭാരതമാത എന്ന ചിത്രം വരച്ചത്. ഇനി ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ ആരാണ്? അബനീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാ? കൽക്കത്തയാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥിതി ചെയ്യുന്നത്. ദേശീയ ഗാനമായ ജനഗണമന രചിച്ചതാരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ് ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത്. ഇത് അബനീന്ദ്രനാഥ ടാഗോർ. നമ്മുടെ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. SCRT ബേസ്ഡ് ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാ ഫാക്ട്സും പറഞ്ഞു തന്നേക്കുന്നത്. അതുകൊണ്ട് PSC ചോദിക്കും ആ ചോദ്യങ്ങളൊക്കെ. നിങ്ങൾ കാര്യമായിട്ട് തന്നെ നോക്കി മനസ്സിലാക്കി പഠിക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ LDC 2024 മൂന്നാമത്തെ ബാച്ച് നവംബർ മാസം 27-നാണ് സ്റ്റാർട്ട് ആവാൻ പോകുന്നത്. അപ്പോൾ അഡ്മിഷൻ എടുക്കാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പിക്കുക. അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ ക്ലാസ്സും ഞാൻ തന്നെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഇത്രയും ഉറപ്പ് പറയുന്നത്. എന്റെ ക്ലാസ് ഞാൻ പറയുന്നത് മനസ്സിലാകും എന്ന് പൂർണ്ണമായും ഉറപ്പുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. കൃത്യമായിട്ട് ഞാൻ സിലബസ് ഫുള്ളായിട്ട് നിങ്ങളെ പഠിപ്പിച്ചു തരും, SCRT ഉൾപ്പെടെ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.